സുഹൃത്തുക്കളെ, ഇന്നലെ കേരളത്തിൽ അതിദാരുണമായിട്ടുള്ള കൊലപാതക കഥകളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. രാവിലെ തന്നെ ഒരുങ്ങി ഏതാണ്ട് വൈകുന്നേരം വരെ ഓരോരുത്തരായി തെരഞ്ഞുപിടിച്ച് കൊല്ലുകയാണ്. പ്രായം വളരെ കുറഞ്ഞ ആളാണ്. അപ്പോൾ കേരളം ഞെട്ടിയ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ ഇന്നലെ പോയത്. ഏറ്റവും ദുഃഖകരമായ വസ്തുത, ഏറ്റവും ബന്ധപ്പെട്ടവരെ തന്നെയാണ്, ഉറ്റവരെ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഇതൊക്കെ കേരളത്തിലാണോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ്. ഈ അടുത്ത കാലത്തായി ലഹരിയുടെ ഉപഭോഗം വർദ്ധിച്ചു വരികയാണ്. മുക്കിലും മൂലയിലും മദ്യക്കടകൾ അനുവദിക്കുന്ന ഗവൺമെൻറ് നയം, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണെങ്കിലും അവിശ്വസനീയമായ ഒരു കഥ പോലെ, ഒരു സിനിമാ കഥ പോലെ, അല്ലെങ്കിൽ സിനിമയിൽ ഉള്ളതിനേക്കാൾ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളാണ് നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മാധ്യമങ്ങൾ ഇതാഘോഷിക്കുകയാണെന്ന് തോന്നിപ്പോവുകയാണ്. ഇന്നലെ ഒരു ചാനലിലെ ആൾ അവരുടെ സഹോദരനോട് സംസാരിക്കുന്നത് കേട്ടു. അതായത് ഒരു വകതിരിവുമില്ലാതെ പെരുമാറുന്ന കാഴ്ച. കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളോട് ഇൻ്റർവ്യൂ നടത്തുന്ന രീതിയിൽ അവരെ കുത്തി നോവിക്കുന്ന രൂപത്തിൽ സംസാരിക്കുക. അവരോട് പോയി ചോദിക്കുക എന്തൊക്കെയാണ് സംഭവിച്ചത്, നേരിട്ട് ചോദിക്കുക. ചെറിയ കുട്ടികളോടടക്കം ചോദിക്കുകയാണ് മൈക്കുമായിട്ട് പോയിട്ട്. ഇത് കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 4 പേരെ കൊന്നവനും 5 പേരെ കൊന്നവൻ ആരാണെങ്കിലും അവന് വേണ്ടത്ര ശിക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ അപൂർവങ്ങളായ കേസുകൾക്ക് മാത്രമാണ് വധശിക്ഷ വിധിച്ചതായിട്ട് കേൾക്കാൻ കഴിയും. അത് തന്നെ നടപ്പാക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടന്നു പോകണം. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൊലപാതകിക്ക് കൊലക്കാർ കിട്ടുന്ന ഒരു നിയമത്തിലേക്ക് ഇന്ത്യൻ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടതാണ്. ആ രൂപത്തിലേക്ക് മാറണം തീർച്ചയായിട്ടും. അങ്ങനെയാകുമ്പോൾ മാത്രമേ കുറ്റകൃത്യങ്ങളിൽ അയവ് വരികയുള്ളൂ. കൊലപാതകികൾക്ക് ഇവിടെ വിലസാൻ കഴിയുന്ന എല്ലാ നിയമങ്ങളുമാണ് ഇവിടെ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സമാനമായ സംഭവങ്ങൾ അതിൻ്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങൾ വൈകാരികമായി ആഴ്ചകളോളം കൊണ്ടാടാനുള്ള ഒന്നെങ്കിലുപരി വേണ്ടത്ര ഇവർക്ക് ശിക്ഷ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. നിയമനിർമ്മാണം ശക്തമാക്കി കൊലപാതകികൾക്ക് വധശിക്ഷ ലഭിക്കുന്ന രീതിയിലേക്ക് മാറേണ്ടത് ഇന്ത്യൻ ശിക്ഷാ നിയമം. തെളിയിക്കപ്പെട്ടാൽ ഇനി അതിനെത്ര സമയമെടുത്താൽ കുഴപ്പമില്ല, ശിക്ഷാ നിയമങ്ങൾ ഇവിടെ മാറേണ്ടതുണ്ട്. പല വിദേശ രാജ്യങ്ങളിലും നമ്മൾ ഇടപെടാറുണ്ട്. അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ ആ രാജ്യത്തെ ശക്തമായ നിയമങ്ങൾ നമ്മൾ വാഴ്ത്തുകയും ചെയ്യും. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ശക്തമായ നിയമങ്ങൾ, കൊലപാതകി ഒരിക്കലും രക്ഷപ്പെടാൻ, അവനും തൂക്കുകയർ നിർബന്ധമായിട്ടും നൽകണം. അതിനുള്ള നിയമനിർമ്മാണം നടത്തണം. അപ്പോൾ ഏതായാലും ദാരുണമായ ഇത്തരം കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് നിയമനിർമ്മാണം ദ്രുതഗതിയിലാക്കണം. മാതൃകാപരമായ ശിക്ഷ ലഭിക്കണം. അതുപോലെ റിപ്പോർട്ടർമാരോട്, മാപ്രകൾ എന്ന് വിളിക്കുന്ന പ്രത്യേക വിഭാഗത്തോട് പറയാനുള്ളത്, മനുഷ്യരുടെ വൈകാരികത മനസ്സിലാക്കണം. ആരോട് എന്ത് ചോദിക്കണം എന്ന് മനസ്സിലാക്കണം. കുട്ടികളോട് സംസാരിക്കും പോലെയല്ല മുതിർന്നവരോട് സംസാരിക്കണം. അതിവൈകാരികതയുള്ള സന്ദർഭങ്ങളിൽ മൈക്കുമായിട്ട് പോയിട്ട് കുത്തി നോവിക്കുന്ന, കത്തി കൊണ്ട് കുത്തുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ആരോടും ചോദിക്കരുത്. ഇനി അഥവാ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കും. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ചെയ്യും.